നമ്മൾക്ക് കൃത്യമായിട്ട് വേണ്ടത് കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ്. ഈ കൺസെപ്ച്വൽ ക്ലാരിറ്റി, ആ ഫൗണ്ടേഷൻ ഉറപ്പിക്കാതെ ബൈ ഹാർട്ട് പഠിച്ച് പോകരുത്. ഇപ്പോൾ റാങ്ക് ഫെയിൽ നോക്കി പഠിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. റാങ്ക് ഫെയിൽ പഠിക്കുന്നത് തെറ്റല്ല, പക്ഷെ അതിനേക്കാൾ വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ പറയുന്ന കൺസെപ്ച്വൽ ക്ലാരിറ്റി. 2, ചോദ്യങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യാം. അതും മാറിയ PSCയുടെ ഡിമാൻഡിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്യാം. എന്തെങ്കിലും ഒരു 1000 ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു എന്നതുകൊണ്ട് അർത്ഥമാകുന്നില്ല. അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ എന്തിനു പഠിക്കുന്നു. ഒരു എക്സാമിന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് എക്സാമിൻ്റെ മനസാക്ഷി എന്ന് പറയുന്നത് 1 സിലബസ് ആണ്, 2 പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. ഇത് 2 വെച്ചിട്ട് എത്ര പരപ്പിൽ അല്ലെങ്കിൽ എത്ര ആഴത്തിൽ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് 2ഉം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ട്. അത് മാത്രമല്ല, എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റാണ് സോഴ്സുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. ഇന്ന ഒരു ഗൈഡ് നല്ലതാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോയി ആ ഗൈഡ് വാങ്ങിക്കും. അല്ല, നിങ്ങൾ ഏത് സോഴ്സിലാണോ അതിനെ കൃത്യമായി വിശ്വസിക്കുക, അത് തന്നെ മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തുക. റിവിഷനാണ് എല്ലാത്തിനും ഉപരി നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ എത്രമാത്രം നിങ്ങൾ റിവിഷൻ നടത്താൻ പറ്റുമോ അത്രമാത്രം അത് എക്സാമിന് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ PSC ജേണി കുറച്ചുകൂടെ എളുപ്പമായി മാറ്റാൻ സാധിക്കും. ആ യാത്രയിൽ നിങ്ങൾ തനിച്ചല്ല, KS മെന്റർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് പഠനത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, ക്വിസസ്, കറണ്ട് അഫയേഴ്സ്, അങ്ങനെ A to Z കാര്യങ്ങൾ KS മെന്ററിന്റെ ടെലിഗ്രാം ചാനൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത വിജയഗാഥ നിങ്ങളുടേതായി മാറട്ടെ.